ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. എന്തുടുക്കും എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആമേൻ. ഹല്ലേലൂയ. എന്തുടുക്കും എന്ത് കഴിക്കുമെന്ന് പറ്റുന്ന കാര്യമാണോ അതൊക്കെ? ഹല്ലേലൂയ. പറ്റുന്ന കാര്യമാണോ? ആമേൻ. എന്തുടുക്കുമെന്നും എന്ത് കഴിക്കും അതല്ല വിഷയം. നാളത്തെ കടക്കാരോട് എന്ത് പറയും അല്ലേ? ബാങ്കിൽ എങ്ങനെ അടയ്ക്കും? വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ വിചാരിച്ചു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാ, വിചാരപ്പെടരുതെന്നാ പറയുന്നത്. പിന്നെന്തോ ചെയ്യാൻ പറ്റുമെന്നാ? പിന്നെന്തോ ചെയ്യാൻ പറ്റും? ആമേൻ. ദൈവം ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ആകാശത്തിലെ പറവകളെ നോക്കുകയും. ആമേൻ. അപ്പൊ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല. ആമേൻ. എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനൊരു മനോഭാവത്തെ ജീവിക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. പറ്റുമോ ആൻറ്റി? ആമേൻ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ മനോഭാവം ഇതിലോട്ടാകണമെന്ന ദൈവവചനം പറയുന്നത്. ആമേൻ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതുവരെയും പേടിച്ച വിഷയങ്ങൾ നിങ്ങളെ ഇല്ലാണ്ടാക്കിയോ? ഇല്ലാണ്ടാക്കിയോ? നിങ്ങൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ട്. ആമേൻ. എന്തൊക്കെ പേമാരി നമ്മൾ കടന്നുപോയല്ലേ? എന്തൊരു കൊറോണ വന്നിട്ട് പോയേ. ആമേൻ. എത്രയോ പേര് ഭൂമിയിൽ നിന്ന് പോയിട്ടും ദൈവം നമ്മളെ ഇപ്പോഴും നിലനിർത്തുന്നു. ജീവിക്കാനുള്ളത് എങ്ങനെയൊക്കെയോ നമ്മൾ കഴിഞ്ഞുകൂടുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ ദൈവം അവയെ പുലർത്തുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വിശേഷതയുള്ള അവൻ നമ്മളെ അവൻ എത്ര അധികമായി പുലർത്തും. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അവൻ ഒരു പറവയെപ്പാളും വിശേഷതയോടെ അവൻ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഉറപ്പുണ്ടാകട്ടെ, അവൻ ഏറ്റവും വിശേഷതയേറിയ എന്നെയും നിങ്ങളെയും അവൻ എത്ര സമർത്ഥമായി വഴി നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവൻ ഇന്ന് പകൽ അതുകൊണ്ട് വിചാരപ്പെടരുത്. ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. മറക്കുക. അമ്മ, ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന, അമ്മൻ, ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ആമേൻ. എന്താണ്? മൈൻഡ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ദൈവം എന്തോ അങ്ങനെ ഒരു കൃപ തന്നതുകൊണ്ടാ. ഹല്ലേലൂയ. ശക്തമായ പ്രതിസന്ധിക്ക് മുമ്പിലും
നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ വചനത്തിൽ പറയുന്നു, നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫ് ഇതിന്റെ ഇടയ്ക്കാ. ഏതിന്റെ ഇടയ്ക്കാ? ഈ ചിന്താകുലത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ. അതുകൊണ്ടാ നമ്മുടെ നിലം പലപ്പോഴും നല്ല നിലമാകാതെ പോകുന്നത്. ആമേൻ. വചനത്തിൽ പറയുന്നു, നല്ല നിലത്ത് വീണ വിത്ത് ഫലം കായ്ക്കും. ആമേൻ. അപ്പൊ നല്ല നിലമാകാതിരിക്കാൻ വേണ്ടി എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫിനകത്ത് പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കിടക്കുക. അത് യാഥാർത്ഥ്യമാണ്. ആമേൻ. എന്താണ്? അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? ആമേൻ. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ എത്ര അധികം പുലർത്തും. അത് സത്യമാണോ? ഞാൻ ചോദിച്ചോട്ടെ, സത്യമാണോ? ഇതുവരെയും പുലർത്തിയോ? ആമേൻ. അപ്പൊ അതാണോ സത്യം? പേടിച്ചതായിരുന്നു സത്യം. ആമേൻ. ഹല്ലേലൂയ. ഏതായിരുന്നു സത്യം? യാഥാർത്ഥ്യം അതായിരുന്നു. പക്ഷെ സത്യം എന്താ? എന്റെ ദൈവം എന്നെ പുലർത്തുമെന്നുള്ളതാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. എന്നാൽ അതിന്റെ മുമ്പിൽ എന്റെ ദൈവം എന്നെ നടത്തുമെന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? അവൻ ഏത് രോഗത്തിന്റെ മുമ്പിലും, അവൻ ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും, ഏത് കടഭാരത്തിന്റെ മുമ്പിലും അവൻ എന്റെ ദൈവം എന്നെ വഴി നടത്തുമെന്നുള്ളതാണ് വചനത്തിന്റെ സത്യം. ഇന്ന് പകൽ വഴിയും സത്യവും ജീവനുമായവൻ അവൻ ആ സത്യം നമ്മളെ വഴി നടത്തൂ. ആ സത്യം നമ്മളെ ജീവിപ്പിക്കൂ. അവൻ ആ സത്യം നമ്മളെ വിടുവിക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൽ ഒരു സത്യമേ ഉള്ളൂ. അവൻ വഴിയും സത്യവും ഞാനാണെന്ന് പറഞ്ഞ ആ സത്യം. ഹല്ലേലൂയ. ആമേൻ. വേറെ ലോകത്തിൽ നമുക്ക് ഏതെങ്കിലും സത്യങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആകാശത്തിലെ പറവയെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. ആമേൻ. ആമേൻ. ചിന്തിച്ചോണ്ടിരുന്നാൽ ഒന്നിന്റെയും നീളം കൂട്ടാനും കുറയ്ക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ വിചാരപ്പെടരുത്. ആമേൻ. പക്ഷെ ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇവിടെയാണ് പിശാച് നമ്മളെ തോൽപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണിത്. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 ലെവലിലാണ്. എന്താന്ന് പറയാമോ? ദേഹം, ദേഹി, ആത്മാവ്. ആമേൻ. ഈ 3 നിലവാരങ്ങളിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ഇതുപോലെ 3 ലെവലിൽ നമ്മളെ, ദേഹം, ദേഹി, ആത്മാവ്. ഇതൊന്നാണോ? നമ്മുടെ ദേഹിയും ദേഹി ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണ്. എന്നാൽ 3ആണെന്ന് ചോദിച്ചാൽ 3ആണ്. അതുപോലെയാണ് പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ഒന്നാണോ? ഒന്നാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 3 നിലവാരങ്ങളിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ
നമ്മുടെ ലൈഫിനകത്ത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് മുഴുവനും എന്തുവാ? നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധയോടിരിക്കണേ. ആമേൻ. നമ്മുടെ ദേഹി എന്ന് പറയുന്ന നമ്മുടെ മനസ്സാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയല്ലേ? ആണ്. ഇവിടെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ചിന്തകളും ചിന്താകുലങ്ങളും വേദനകളും ഭാരങ്ങളും, ആമേൻ, സകലതും ഉണ്ടാകുന്നത് എവിടെയാ? ആമേൻ. ഹല്ലേലൂയ. സകലതും നമ്മുടെ മനസ്സിനകത്താണ് ഉണ്ടാകുന്നത്. ആമേൻ. എന്നാൽ അതിനപ്പുറത്തൊരു തലമുണ്ട്. ഇതാ സ്പിരിറ്റ് എന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്ന ഒരു തലം. ആമേൻ. ആ ആത്മാവിലാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്. എന്നാൽ നമ്മുടെ മനസ്സ് സകലത്തിനെയും, ലോകത്തിലുള്ള സകലത്തിനെയും റിസീവ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷം നമ്മൾ കാണുകയും, കണ്ണുകൊണ്ട് കാണുന്നതും, ഏതൻ ചെവി കൊണ്ട് കേൾക്കുകയും, ആമേൻ, സകലതും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മുടെ മനസ്സ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. സ്പിരിറ്റ് തലത്തിൽ നമ്മൾ കാണാത്ത പലതും സ്പിരിറ്റ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനൊരു റെലമുണ്ടോ? ഇങ്ങനൊരു തലമുണ്ടോ? ആമേൻ. ദൈവം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ. ശ്രദ്ധിക്കുമോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എടുക്കാൻ കഴിയുമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. എന്താ ഇവിടെ പറയുന്നത്? ആമേൻ. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും. ആരാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി വന്ന? ആരാ? യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും, ആമേൻ, ഹല്ലേലൂയ, സർവ സൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. ആമേൻ. ഇനി പറയുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? വായിച്ചേ. ആമേൻ. ആ സകലതും സൃഷ്ടിക്കപ്പെട്ടു. വാഴ്ചകൾ, അധികാരങ്ങൾ, ദൃശ്യമായത്, അദൃശ്യമായത്, സകലതും എന്ത് ചെയ്തു? സൃഷ്ടിക്കപ്പെട്ടു. ആമേൻ. എന്നാൽ നമുക്ക് കാണുന്നത് എന്തുവാ? ദൃശ്യമായതിനെ മാത്രമാ. എന്നാൽ നമ്മുടെ സ്പിരിറ്റ് റെലം എന്താ ചെയ്യുന്നേ? അദൃശ്യമായതിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. സ്പിരിറ്റ് റെലം എന്താ ചെയ്യുന്നേ? അദൃശ്യമായതിനെ ആക്സസ് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതിൻ്റെ കൂടെ നമ്മൾ വായിച്ച ആദ്യ വാക്യങ്ങൾ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ലാസ്റ്റ് നമ്മൾ വായിക്കുന്ന വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ലാസ്റ്റത്തെ വാക്യം നമ്മൾ വായിച്ചതിൽ ലാസ്റ്റത്തെ വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. എന്താ പറയുന്നേ? അതോടുകൂടെ സകലതും നിങ്ങൾക്ക് കിട്ടും. ആമേൻ. വിശ്വസിക്കാമോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. ശ്രദ്ധിക്കണം, രാജ്യവും രാജ്യത്തിൻ്റെ നീതി. ആമേൻ. ദൈവം എപ്പോഴും നല്ലത് തീയത് എന്നുള്ളതിനെക്കാൾ ഉപരിയായി ദൈവം നോക്കുന്നത് എന്തിനെയാ? നീതിയെ ദൈവം നോക്കും. ഹല്ലേലൂയ.
അവൻ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള നീതിയെ ദൈവം നോക്കും. കാരണം ദൈവം നീതിമാനാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കും. ഇതിന് മുന്നേ നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? വിചാരപ്പെടരുത്. എന്തിനെ പറ്റിയാ? എന്ത് കഴിക്കും, എന്ത് കുടിക്കും, കടം എങ്ങനെ തീർക്കും, ആമേൻ, പിള്ളേരെ എങ്ങനെ കെട്ടിക്കും, ആമേൻ, ഇങ്ങനെയുള്ള വിഷയത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. താഴെ പറയുക, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ദൃശ്യമായതും അദൃശ്യമായതും സൃഷ്ടിക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ചു വെച്ച അദൃശ്യ മേഖലകളിലുള്ള ആഴങ്ങളിലുള്ള മർമ്മങ്ങളെ ഈ നാളുകളിൽ നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം. ആമേൻ, നമ്മൾ അതിനകത്തേക്ക് കാലുകുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, നമ്മൾ കാണുന്ന ഇന്ത്യ മഹാരാജ്യം, ആമേൻ, നമ്മൾ കാണുന്ന അനേക രാജ്യങ്ങൾ, ആമേൻ, എന്നാൽ ദൈവത്തിനൊരു രാജ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ, അദൃശ്യ മണ്ഡലങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, ഹല്ലേലൂയ, നമുക്ക് രുചിക്കാൻ കഴിയുന്ന, ആമേൻ, ദൈവത്തിന്റെ ഒരു രാജ്യമുണ്ട്. ആമേൻ, അതിനകത്തേക്ക് നിങ്ങൾ കയറിയോ? ആമേൻ, നിങ്ങൾ അതിനെ അന്വേഷിച്ചോ? ആമേൻ, ആമേൻ, അദൃശ്യ മണ്ഡലത്തിലുള്ള സകലതോ, ആമേൻ, ഇന്ന് നിങ്ങൾ വിചാരപ്പെടുന്ന സകലതോ, ഹല്ലേലൂയ, അവൻ ഇന്ന് നിങ്ങൾ വിചാരപ്പെടുന്ന സകലതോ അതിനകത്തുണ്ട്, അതിനകത്തുണ്ട്, അവൻ അതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുക, അവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഓരോരു അവൻ എന്താ വേണ്ട സൊല്യൂഷൻ എന്താ അറിയാമോ? അവൻ മുമ്പേ അവൻ്റെ രാജ്യവും അവൻ നീതിയും നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ അവൻ അതോടുകൂടെ അവൻ നിങ്ങൾക്ക് വേണ്ട സകലത്തെയും അവൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ അവൻ എൻ്റെ ദൈവം അവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അവൻ എൻ്റെ ദൈവം അവിടെ കൽപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇന്ന് വിചാരപ്പെടുന്ന സകലതും ആമേൻ നിങ്ങൾ അന്വേഷിക്കണം. ആമേൻ. എന്താ വേണം? അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. ആമേൻ. അപ്പൊ എവിടെ നമ്മുടെ പ്രശ്നം? നമ്മൾ അന്വേഷിക്കുന്നതിന്റെ ഒരു കുറവുണ്ട് നമുക്ക്. ആണോ? 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 ആമേൻ. നമുക്കൊരു അന്വേഷണത്തിന്റെ കുറവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തും. ആമേൻ. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ കാണാതെ പോയ എന്തെങ്കിലും ഉണ്ടോ? ആമേൻ. ഈ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിലാൽ കാണാതെ പോയി നിങ്ങൾ തപ്പി ഊപ്പാട് വന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? എന്താണ്? നിങ്ങൾ ഈ നാളുകളിൽ നിങ്ങളൊന്ന് നോക്കേ, നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ കുറച്ച് നാൾ മുന്നേ നിങ്ങളുടെ വീട്ടിൽ കാണാതെ പോയൊരു സാധനം നിങ്ങൾ തപ്പി നിങ്ങളുടെ ഊപ്പാട് വന്നു, കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്ക് വേറൊരു സാധനം കിട്ടിക്കാണും. കുറച്ച് നാൾ മുന്നേ തപ്പി ഒരു അന്നേരം കിട്ടിക്കാണും. ശരിയല്ലേ? ആണോ? എന്തോ കിട്ടിയേ? നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനം നിങ്ങൾ തപ്പി നിങ്ങളുടെ ഊപ്പാട് വന്ന് ഈ തപ്പാനെങ്ങുമില്ല, ആകെപ്പാടെ വല്ലാണ്ടായി അല്ലേ? അത്ര ഇമ്പോർട്ടൻ്റ് സാധനമാണ്. എന്നാൽ ചില നാളുകൾക്ക് മുന്നേ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തപ്പിയൊരു സാധനം കിട്ടിയില്ലേ? ഇതുപോലായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്തുവാ? നിങ്ങൾ അതിൻ്റെ പുറമെ ഇങ്ങനെ ഇത് കണ്ടെത്തും. ആമേൻ. ഇന്ന് പകരം വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ അത് തപ്പി ഇറങ്ങിയാൽ മറ്റേത് കിട്ടുമെന്നാ. ആമേൻ. എന്താണ്? അവന്റെ രാജ്യത്തെ തപ്പി ഇറങ്ങിയോ, അന്വേഷിച്ചിറങ്ങിയോ? ഹല്ലേലൂയ. നിങ്ങൾ കുറച്ച് നാൾ മുന്നേ ചില തപ്പിക്കൊണ്ടിരുന്നല്ലേ, ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നല്ലേ, അത് നിങ്ങളുടെ കയ്യിൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ എനിക്ക് ഇമ്പോർട്ടൻ്റ് ഇതായോണ്ട്
മറ്റേതിനിപ്പോൾ വലിയ പ്രാധാന്യം ഇല്ലാണ്ടാവും. ശരിയല്ലേ? കിട്ടി, ഓക്കെ, അങ്ങനെ ആകും. അപ്പൊ ഇന്നത്തെ വിഷയം മുഴുവൻ എങ്ങനെ ആകുമെന്നാ? വലിയ പ്രസക്തി ഇല്ലാത്ത വിഷയമാകും കേട്ടോ. വലിയ പ്രസക്തി ഇല്ലാത്ത വിഷയമാകും. നിങ്ങൾ ഇതൊക്കെ അങ്ങ് മറക്കും. ഇതൊന്നും വലിയ കാര്യമില്ല. അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾ ഈ പ്രശ്നം മറക്കും. അല്ലേ? അല്ലേ? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യാനാ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നേ? അന്വേഷിച്ചിറങ്ങണം. എന്തോ അന്വേഷിക്കണം? ദൈവത്തിന്റെ രാജ്യത്തെ നിങ്ങൾ അന്വേഷിച്ചിറങ്ങണം. ആമേൻ. അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യം വരികയാണ് ആദ്യത്തെ പരിപാടി. ആമേൻ. നിങ്ങളുടെ സാധനം കാണാതെ പോയപ്പോഴേ, ആമേൻ, അത് ഉണ്ടായതുകൊണ്ടല്ലേ കാണാതെ പോയത്, കണ്ടുപിടിക്കാൻ പറ്റതല്ലേ? അല്ലേ? നിങ്ങൾക്ക് അതുപോലൊരു ബോധ്യം വരണം. ഇങ്ങനൊരു സാധനം ഉണ്ട്, പക്ഷേ ഇത് എവിടെ ഉണ്ട്, ഇത് എവിടെ ഇരിപ്പുണ്ട്, ഇത് കണ്ടുപിടിക്കണം, തപ്പണം. ആമേൻ. വചനത്തിനകത്ത് തപ്പണം. ആമേൻ. തപ്പണമെങ്കിൽ എന്തോ ചെയ്യണം? ഇച്ചിരി മെനക്കേടാ, അല്ലയോ? എളുപ്പമാണോ? ആമേൻ. എന്നാൽ നിങ്ങളത് കൊതിയോടെ വേണം അത് അന്വേഷിക്കാൻ. ആമേൻ, ആമേൻ. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ, എനിക്കിതിന് സൊല്യൂഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രശ്നങ്ങളാകരുത് കേട്ടോ. നമ്മുടെ തപ്പലിൻ്റെ ഉദ്ദേശം, ഇന്നിപ്പം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി തപ്പി പഴയത് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട്. ആമേൻ. നമ്മുടെ എയിം അതാകരുത്, നമ്മുടെ ഇൻറ്റൻഷൻ അതാകരുത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആമേൻ. അവൻ മുമ്പേ അവൻ്റെ രാജ്യവും നീതി നീ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ മറ്റേത് പുറകെ വരും. ആമേൻ, ആമേൻ. ഇതിനപ്പുറം നിങ്ങളോട് എനിക്കിന്ന് പറയാൻ വേറൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവൻ്റെ രാജ്യത്തിനകത്ത് സകലതുമുണ്ട്. നിങ്ങൾ ഇന്ന് അന്വേഷിക്കുന്നത് മുഴുവനും, ഇന്ന് നിങ്ങൾ പ്രയാസപ്പെടുന്ന മുഴുവനും, ആമേൻ, അവൻ്റെ രാജ്യത്തിനകത്തുണ്ട്. അത് നിങ്ങളുടെ പിന്നാലെ വരും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ പിന്നാലെ വരും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ തീരുമാനിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. ആമേൻ. ഞാൻ അതിനകത്തോട്ടൊന്നും പോകുന്നില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ആഴമേറിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല, പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. കർത്താവേ, നിന്റെ ഹൃദയം എനിക്ക് തരണം. ആമേൻ. എന്താണ്? കർത്താവേ, നിന്റെ ഹൃദയം എനിക്ക് തരണം. ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു മനുഷ്യനെ കാണുമ്പോൾ യേശുവിന് എന്താ തോന്നുന്നത്, അതാണോ എനിക്ക് തോന്നാൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ രോഗിയാണെങ്കിൽ, അവൻ പ്രശ്നത്തിരിക്കുന്നവനാണെങ്കിൽ, അവൻ പാപിയാണെങ്കിൽ, എന്താണ് യേശുവിൻ്റെ ഹൃദയം? എന്താണ് യേശുവിൻ്റെ മനോഭാവം? എന്താണ്? ആമേൻ. യേശു എന്താ ചെയ്യുന്നേ? ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള ദൂത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആമേൻ. നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ നിങ്ങൾക്ക് വിടുതലാണ്, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വിടുതലാണ്. ഇതിനപ്പുറം വചനത്തിനകത്തുനിന്ന് എനിക്ക് മാനുഷികമായിട്ടൊന്നും പറഞ്ഞു തരാനില്ല. ആമേൻ, ആമേൻ. ഒരു ദൈവദാസൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവം നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ആമേൻ. വഴി കാണിച്ചു തരിക മാത്രമാണ്. എന്താണ്? വഴി കാട്ടിത്തരിക മാത്രമാണ്. ആമേൻ, അല്ലേ? വഴി കാട്ടിത്തരിക. ആ വഴിയിലൂടെ നിങ്ങൾ പോകണം. ആമേൻ, ഹല്ലേലൂയ. വഴി വചനത്തിൽ നിന്നാകണം. ആമേൻ, ഹല്ലേലൂയ. ഇതിനപ്പുറം മാനുഷികമായി എന്തെങ്കിലും ഇട്ട് പൊലിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ആമേൻ. ഈ സ്പിരിച്വൽ റെലം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? 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 ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ വിശ്വസിക്കുന്നു. ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് നിങ്ങളത് വിശ്വസിക്കുകയും നിങ്ങൾ സ്വീകരിക്കുകയുമാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആമേൻ. നിങ്ങളുടെ ഉള്ളിലൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. ആമേൻ. മനസ്സിൻ്റെ
ചിന്തകൾക്കനുസരിച്ച് ശരീരം റിയാക്ട് ചെയ്യുമോ? റിയാക്ട് ചെയ്യും. ആമേൻ. ഇല്ലേ? ആമേൻ. എന്തൊക്കെ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. അപ്പം നമ്മുടെ മനസ്സും ശരീരവുമായി കണക്റ്റഡ് ആണോ? കണക്റ്റഡ് ആണ്. എന്നാൽ അതിനപ്പുറത്തൊരു സാധനമുണ്ട്, ഇതിനെക്കാട്ടിയൊക്കെ വിലയേറിയ സാധനം. നമ്മൾ മരിക്കുമ്പോൾ എന്തോ പോന്നേ? നമ്മുടെ ശരീരം പോവോ? ഇല്ല, നമ്മുടെ ആത്മാവാ പോന്നേ. ആമേൻ. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അതിനകത്തേക്ക് നമുക്ക് കണക്റ്റ് ആകാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ സ്പിരിച്വലി നമ്മുടെ പ്രാർത്ഥനയുടെ വിജയമെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം എന്ന വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം. ഇവിടെ ഏലീശ പ്രവാചകൻ ആമേൻ രഥങ്ങളുമായി അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ആമേൻ. ശ്രദ്ധിക്കണേ, ഈ ഏലീശ പ്രവാചകനെ പിടിക്കാൻ ആമേൻ ഒരു സൈന്യം വളഞ്ഞിരിക്കുന്നത് ആരാ കണ്ടേ? അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരൻ ശിഷ്യൻ, പ്രവാചക ശിഷ്യൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ കണ്ടേ? കണ്ടുകൊണ്ടല്ലേ? എങ്ങനെ കണ്ടേ? ആമേൻ. കണ്ണുകൊണ്ട് കണ്ടു. ആമേൻ. ബാല്യക്കാരൻ എന്തോ കണ്ടേ? ഒരു സൈന്യം, ആയിരക്കണക്കിന് ആൾക്കാർ, സൈന്യം രഥങ്ങളുമായി കുതിരകളുമായി ആമേൻ ചുറ്റും വളഞ്ഞിരിക്കുന്നത് കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഏലീശ പ്രാർത്ഥിച്ചു. ആമേൻ. എന്തിനാ പ്രാർത്ഥിച്ചത്? ഇവൻ വന്ന് പറഞ്ഞു, ഏലീശ അടുത്ത് വന്ന് പറഞ്ഞു, ഈ സൈന്യം വളഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു. നമ്മളാണ് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആമേൻ. ഈ പ്രതിസന്ധി മാറിപ്പോകാൻ പ്രാർത്ഥിക്കാം അല്ലേ? നമ്മളുടനെ പ്രാർത്ഥിക്കും. എന്തിനാ? ഈ സൈന്യം നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ അവർ തകർന്നു പോകട്ടെ. അപ്പൊ ഏലീശ പ്രാർത്ഥിച്ച് എന്തിനാണെന്നറിയാമോ? ഇവന്റെ കണ്ണു തുറക്കണേന്ന്. ആരുടെയാ? ബാലിക്കാരന്റെ കണ്ണു തുറക്കണേന്ന്. ബാലിക്കാരൻ കണ്ടതെന്തുവാ? ആയിരക്കണക്കിന് ആൾക്കാർ ഇവരെ കൊല്ലാൻ വന്നിരിക്കും അല്ലേ? പുള്ളിക്കാരൻ പേടിച്ചു. ആമേൻ, ആമേൻ. എന്നാൽ ഏലീശയോട് വന്ന് പറഞ്ഞപ്പോൾ ഏലീശ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആമേൻ ഈ സൈന്യം നശിച്ചു പോകാനല്ല, ഇവന്റെ കണ്ണു തുറക്കാൻ. ആമേൻ. എടാ, നീ ഒന്ന് കാണടാ, നിന്റെ കൂടെ നിൽക്കുന്ന ആരാന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ചില കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്ന പ്രതിസന്ധിക്കപ്പുറമായി, അവൻ ചുറ്റും നിൽക്കുന്ന പ്രശ്നത്തിനപ്പുറമായി അവൻ എന്റെ കൂടെ ആരുണ്ടെന്ന് എന്റെ ആത്മ കണ്ണൊന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്തോ കണ്ടേ? ബാലിക്കാരന്റെ കണ്ണു തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആമേൻ. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചതു, ആമേൻ, മറ്റു ജാതി അന്ധത പിടിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന് പറയാനുള്ളത്, നമ്മുടെ പ്രതിസന്ധിയെക്കാട്ടിയും വലിയ ഒരു സംഭവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കണ്ണിൽ നമ്മുടെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ വലുതാ. ആമേൻ. ആയിരക്കണക്കിന് വിഷയങ്ങൾ നമ്മൾ മുമ്പിൽ നിൽക്കുക, നൂറുകണക്കിന് വിഷയങ്ങൾ നമ്മൾ മുമ്പിൽ നിൽക്കുകയാ. ആമേൻ. എന്നാൽ നമുക്കറിയാത്ത, നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തൊരു മേഖലയ്ക്കകത്ത് നിനക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയുള്ള കരുതലുണ്ടെന്ന്. ഹല്ലേലൂയ.
ഇന്ന് പകൽ ആത്മകണ്ണാൽ നീ ഒന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മകണ്ണാൽ നീ ഒന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഏലിയാവേ, നീ ചൂരച്ചെടിയുടെ തണലിൽ അവൻ കിടക്കുമ്പോൾ നീ പേടിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ആഹാബിന്റെ ആമേൻ ഹല്ലേലൂയ സൈന്യം നിന്നെ കൊല്ലുമെന്നായിരിക്കാം. എന്നാൽ നിന്റെ ആത്മകണ്ണൊന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൂതൻ വരും. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാലഘട്ടം കൂടെ നിന്നെ ഓടിക്കാൻ ഒരു കാലഘട്ടം കൂടെ നിന്നെ വഴി നടത്താൻ 40 രാവും 40 പകലും ആത്മശക്തിയോടെ നിന്നെ ഓടിക്കാൻ സ്വർഗം കൈമാറുന്ന ഒരു മന്ന നിനക്ക് വേണ്ടി നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത ഹല്ലേലൂയ നിന്റെ ചെവി കൊണ്ട് കേൾക്കാത്ത ഒരു സ്വർഗീയ മന്നയുമായി ദൈവത്തിന്റെ ദൂതൻ ചില കുടുംബത്തിനകത്തേക്ക് റഗബല ശദരയഗന ഹോരിബനവന ശദരിയാലവരഹശേ ഹോരിബനവന ശാന്തരാജനരഗലബ ഹോ ഹല്ലേലൂയ. പേടിച്ച് കിടക്കുവല്ലേ? ഞാൻ എന്തോ ചെയ്യുന്ന ആളെ? ആമേൻ. ഞാൻ എന്തു ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദൂതൻ ഇറങ്ങി 2 പ്രാവശ്യം തട്ടി. ഏലിയാവേ, എഴുന്നേൽക്ക. നീ എഴുന്നേൽക്കണം. നീ കഴിക്കണം. നിനക്ക് ദൂരെ യാത്ര പോകുവാനുണ്ട്. നിനക്ക് ദൂരെ യാത്ര പോകുവാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നീ ഓടിയതിനപ്പുറമായി ചിലതിനെ അഭിഷേകം ചെയ്യുവാനുള്ള, ചിലതിനെ അഭിഷേകത്തെ കൈമാറുവാനുള്ള, ചില പുതപ്പുകളെ കൈമാറുവാനുള്ള അഭിഷേകം നിന്റെ മേൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആമേൻ. ഒരു കാലഘട്ടങ്ങളോട് നിന്നെ ഓടിക്കുവാ നീ കാണാത്ത സ്വർഗീയ അനുഭവങ്ങൾ നിന്റെ തലയിലേക്ക് വന്നു ചേരുകയോ. നീ കാണാത്ത നന്മകളെ നീ അനുഭവിക്കാൻ പോകുകയോ. ഇന്ന് പകൽ ആത്മാവിൽ ആരൊക്കെ വിശ്വസിക്കുന്നു? അദൃശ്യ മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ വിസിറ്റേഷനുകൾ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിനകത്ത്, ഇന്ന് പകൽ ആത്മമണ്ഡലത്തിനകത്ത് ദൂതന്മാരുടെ വിസിറ്റേഷനുകൾ, ദൂതന്മാരുടെ ചലനങ്ങൾ നിങ്ങൾ അനുഭവിക്കാത്ത നന്മകളുമായി, നിങ്ങൾ അനുഭവിക്കാത്ത നന്മകളുമായി നിങ്ങൾ വിചാരപ്പെട്ടതിനകത്ത് ആമേൻ. ഏലിയാവേ, നീ മഴയെ നിർത്തിയവനാ. ആമേൻ. നീ ആഹാബിനെ വിറപ്പിച്ചവനാ. ഹല്ലേലൂയ. എന്നാൽ നീ ഇന്ന് ക്ഷീണിതനാ. ആമേൻ. നിന്നെ ഭയപ്പെടുത്തിയ വിഷയങ്ങളുണ്ട്. നിന്നെ ആമേൻ മാനസികമായി തളർത്തിയ വിഷയങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ അകത്തു നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അദൃശ്യമണ്ഡലങ്ങളിൽ എൻ്റെ ദൈവത്തിന് ചില നന്മകളുണ്ട്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൂതന്മാർ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുക. ദൂതന്മാർ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുക. ദൂതന്മാർ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ വിടുതൽ. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല, നിങ്ങൾ ചിന്തിക്കുന്ന റൂട്ടിലല്ല നിങ്ങളുടെ വിടുതൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവ് എന്തിനാ പേടിച്ചെടുക്കാന്ന് അറിയാമോ? ആമേൻ. ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഭയപ്പെടാൻ കാര്യം? വെറുതെ അല്ല, ദൈവത്തിന് വേണ്ടി നിന്നു. ആമേൻ. എന്താ അവന്റെ പ്രശ്നത്തിന് കാരണം എന്തായിരുന്നു? ഏലിയാവിന്റെ പ്രശ്നത്തിന് കാരണം എന്തായിരുന്നു? ആമേൻ. ദൈവത്തിന് വേണ്ടി നിന്നവൻ, ദൈവത്തിന്റെ വാക്കിന് വേണ്ടി അവൻ ചലിച്ചു. ആമേൻ. അവൻ എവിടെ പോയി ഒളിച്ചിരുന്നേ? ചൂരച്ചെടി. ആമേൻ. സാറാഫത്തിൽ ആദ്യം പോയി ഒളിച്ചിരുന്നു. അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞല്ലേ? ആമേൻ. അത് കഴിഞ്ഞ് വിധവയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ആമേൻ. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചേ? ആമേൻ. ബാലിന്റെ ദേവന്മാരെ ഇവൻ കൊന്നു.
എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ വാക്കിന് ചലിച്ചു. എന്താ? ദൈവത്തിന്റെ വാക്കിന് ചലിച്ചു. അത്ഭുതം നടന്നായിരുന്നു അല്ലേ? എന്നാൽ ദൈവത്തിന്റെ വാക്കിന് ചലിച്ചിട്ടും ഒരു സമയായപ്പോൾ പ്രശ്നത്തിലായി, ഒരു സമയായപ്പോൾ വിഷയത്തിലായി. ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വാക്കിൽ ചലിച്ചിട്ടാ നീ പ്രശ്നത്തിൽ പെട്ടുപോയതെങ്കിൽ അവൻ ദൂതനെ ഇറക്കി അവൻ തിരികെ പിടിക്കും. ആമേൻ. ഇന്ന് പകൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ, കർത്താവേ നീ വിളിച്ചിട്ടല്ലേ ഞാൻ ഇറങ്ങിയത്, കർത്താവേ നിന്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ഇറങ്ങിയത്, എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ, എന്തുകൊണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ദൂതനെ ഇറക്കി നിന്നെ പൊക്കുമവൻ. ഹല്ലേലൂയ. ദൂതനെ ഇറക്കി ദൈവത്തിന്റെ വാക്കിനെ നീ ഇറങ്ങിയതെങ്കിൽ അവൻ നീ ലജ്ജിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. ആമേൻ. ദൈവം എന്താ ഏലിയാവിനോട് പറയുന്നേ? ആമേൻ. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ വന്നോ? അല്ലടാ. 40 രാവ് 40 പകൽ നീ ഓട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ ഇന്ന് ഈ പ്രശ്നത്തിൽ അകപ്പെട്ടെങ്കിൽ എനിക്ക് നിന്റെ ഒരു സന്ദർശനമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അന്ന് വരെ അനുഭവിക്കാത്തൊരു ദൈവിക സന്ദർശനം ഏലിയാവിനുണ്ടായി. ഹല്ലേലൂയ. ഒരു മൃദു സ്വരം പോലെ അമ്മ ചിലർ ആത്മാവിൽ അത് കേൾക്കാൻ പോകുക, ചിലർ ആത്മാവിൽ ദൈവ ശബ്ദം കേൾക്കാൻ പോകുക. ചിലർക്ക് മൃദുസ്വരങ്ങളായി അമ്മ, ചിലർക്ക് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അമ്മ ദൈവശബ്ദം നിങ്ങൾ കേൾക്കാൻ പോകുക. എൻകൗണ്ടറുകൾ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുന്നു. എൻകൗണ്ടറുകളെ യേശുവിന്റെ നാമത്തിൽ, ഏഞ്ചലിക് മൂവുകൾ അവൻ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഏഞ്ചലിക് മൂവുകൾ, നിങ്ങളുടെ ദൂതന്മാർ ആക്ടിവേറ്റ് ആകട്ടെ. പ്രാർത്ഥനകൾക്കകത്ത് അന്തരീക്ഷങ്ങളെ ക്രിയേറ്റ് ചെയ്യണം. അവൻ ദൈവനാമത്തെ ഞാൻ വീണ്ടും നിങ്ങളോട് ഓർപ്പിക്കട്ടെ, പ്രാർത്ഥനയ്ക്കകത്ത് അന്തരീക്ഷങ്ങളെ ക്രിയേറ്റ് ചെയ്യണം. ആമേൻ. അന്തരീക്ഷങ്ങളെ ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഏലിയാവ് പ്രാർത്ഥിച്ച് തീ ഇറക്കുമ്പോൾ തീക്ക് വേണ്ട അന്തരീക്ഷത്തെ ഏലിയാവ് ക്രിയേറ്റ് ചെയ്തു. അവിടെ വിറകടിക്കുന്ന പറയുന്നത്. ആമേൻ. എന്താണ്? ലിറ്ററലി അവിടെ സാധനം അവിടെ ചെയ്തിട്ടാണ് തീ ഇറക്കിയത്. നീ വിശ്വാസം ചിലത് ചെയ്യുമ്പോൾ ദൈവം ബാക്കി ചെയ്യും. ആമേൻ. നീ വിശ്വാസ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ കഴിഞ്ഞ ആഴ്ചകൾ ദൈവം എന്നെ എങ്ങനെ നടത്തിയെന്ന് എനിക്കറിഞ്ഞൂടാ. അത്ഭുതമാണ്. ആമേൻ. ഹല്ലേലൂയ. ചില വിഷയത്തിന് മുമ്പിൽ ആമേൻ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ സ്റ്റെപ്പ് എടുത്തു, ഞാൻ മൂവ് ചെയ്തു. അത്ഭുതകരമായി ദൈവം, ഞാൻ കഴിഞ്ഞ ആഴ്ച ആലോചിച്ച വിഷയങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ദൈവാത്മാവ് അതിനകത്ത് ക്രമീകരണങ്ങൾ ചെയ്തു. ആമേൻ. വിശ്വാസത്താൽ മൂവ് ചെയ്യണം. അപ്പനെ വിശ്വസിക്കുക. മനുഷ്യരെ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പനെ വിശ്വസിക്കുക. അവന്റെ ശക്തിയിൽ വിശ്വസിക്കുക. അവനെ ഫോക്കസ് ചെയ്യുക. അമ്മേ, ഇന്ന് പകൽ ഓർമ്മ വേണം, ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു.